ഇറാൻ ഇസ്രയേൽ യുദ്ധമാണല്ലോ എല്ലായിടത്തും ചർച്ചാ വിഷയം. എല്ലാവരും ഇസ്രയേലിനെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് ഇങ്ങനെ പൊതിയുകയാണ്. ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചു. ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ, റോക്കറ്റുകളൊക്കെ ഇസ്രയേൽ പ്രതിരോധിച്ച രീതി എന്ന് പറയുന്നത് ഹീറോയിസമാണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ ചെയ്തിരുന്ന പ്രവൃത്തിയെ, അല്ലെങ്കിൽ അന്ന് ഇന്ത്യയെ ആഘോഷിക്കാതിരുന്നവരാണ് ഇന്ത്യക്കകത്തിരുന്നു കൊണ്ട് ഇന്ന് ഇസ്രയേലിനെ ആഘോഷിക്കുന്നത്. പാകിസ്ഥാന്റെ മിസൈലുകളെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ചെറുത്തു നിന്ന ഇന്ത്യയാണോ, അതോ ഇറാന്റെ ആക്രമണങ്ങളെ ഇന്ന് പ്രതിരോധിക്കുന്ന ഇസ്രയേലാണോ ജയസൂര്യൻ സാർ യഥാർത്ഥ ഹീറോ? യഥാർത്ഥ ഹീറോ തീർച്ചയായിട്ടും ഇന്ത്യയാണ്. ഇത് ലോകത്തെല്ലാവർക്കും അറിയാം, ഭാരതീയർക്കൊഴികെ. ഇന്ത്യക്കുള്ളിൽ നമ്മൾ എന്താണ് നേരിട്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദൂരം മനസ്സിലാക്കണം. അതായത് ഇറാന്റെ മണ്ണിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയക്കുന്ന ഒരു മിസൈൽ ഏറ്റവും കുറഞ്ഞത് 1750 കിലോമീറ്ററും കൂടിയാൽ 2100 കിലോമീറ്ററും സഞ്ചരിച്ചാണ് ഇസ്രയേലിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് അയക്കുന്ന മിസൈലുകൾ, അത് പുറപ്പെടുന്ന സമയം മുതൽ തന്നെ അതിനെ ട്രാക്ക് ചെയ്യാനും അതിനെ റഡാറിൽ പിടിക്കാനും അതിനെതിരായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാനും കൃത്യമായിട്ട് അതിനെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനും ഇസ്രയേലിനെ പോലെ ഒരു രാജ്യത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കേണ്ടതായിരുന്നു. മാത്രമല്ല, അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും ടെക്നോളജിയും അടക്കം, അമേരിക്കയുടെ GPS സംവിധാനങ്ങൾ അടക്കം എല്ലാ സപ്പോർട്ടുമുള്ള ഇസ്രയേലിന് ശരിക്കും ഇറാൻ ഇസ്രയേൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ അമേരിക്കൻ യുദ്ധം തന്നെയാണ്. എന്നിട്ടും ഇസ്രയേലിന്റെ മണ്ണിൽ നിരവധി മിസൈലുകൾ വീണു, ധാരാളം ബഹുനില കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നത് നമ്മൾ കണ്ടു. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, യുദ്ധമര്യാദകൾ പാലിക്കാതെ ജന ആവാസ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങൾ അധിവസിക്കുന്ന ഫ്ളാറ്റുകളിലേക്കുമാണ് ഇറാന്റെ മിസൈലുകൾ വന്ന് വീണത്. ഇവിടെ നമ്മൾ ഈ ചിത്രങ്ങളും വീഡിയോസും മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവിടെ നടന്ന സംഭവം നമ്മളൊന്ന് ചിന്തിക്കൂ. എത്ര മിസൈലുകളാണ് ഇറാനിൽ നിന്നും വന്നത്, എത്ര മിസൈലുകളാണ് ഇവിടെ വരെ എത്തിയത്? ഇത് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരേ സമയം വന്ന 400 മിസൈലുകൾ, 200 ഡ്രോണുകൾ, ഇതിന്റെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണം അത്രയില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത്ര ദൂരത്ത് എത്താൻ കഴിയുന്ന അവരുടെ കൈവശമുള്ള മിസൈലുകളുടെ എണ്ണം വളരെ കുറവാണ്. 2000-ലധികം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന റേഞ്ചുള്ള മിസൈലുകളുടെ എണ്ണം ഇറാന്റെ കൈവശം വളരെ കുറവാണ്. ഡ്രോണുകളാവട്ടെ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ളതുമല്ല. അപ്പോൾ വളരെ കുറഞ്ഞ മിസൈലുകളും വളരെ കുറച്ചു മാത്രം ഡ്രോണുകളുമാണ് ഇറാന് വിക്ഷേപിക്കാൻ അവരുടെ കൈവശമുള്ളൂ. ഇനി അഥവാ വിക്ഷേപിച്ചാൽ തന്നെ 2100 കിലോമീറ്റർ മറ്റും സഞ്ചരിച്ച് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രയേൽ മണ്ണിൽ ചെന്ന് ലക്ഷ്യം സാധിക്കണമെങ്കിൽ എത്ര കുറച്ച് മാത്രമായിരിക്കും. എന്നിട്ട് പോലും ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന മിസൈലുകൾ വീണു എന്നാണ്. നെതന്യാഹുവിന്റെ വീടിനടുത്ത് വരെ മിസൈലുകൾ വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ദുർബലമാണ് ഇസ്രയേൽ, അതായത് അമേരിക്ക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഇത് ലോകത്തെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും എന്ന് പറഞ്ഞാൽ തൊട്ടുള്ള അതിർത്തിയാണ്. നമ്മുടെ അതിർത്തിയുടെ ചേർന്ന് കൊണ്ടുവന്ന് നിർത്തി റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും മിസൈൽ ലോഞ്ചിങ് പാഡുകളിൽ നിന്നും ഇന്ത്യയിലേക്ക് മിസൈലുകൾ അയക്കാൻ പാകിസ്ഥാന് വളരെ എളുപ്പമാണ്. പക്ഷെ അതാണ് ഒരെണ്ണം പോലും ഇന്ത്യയുടെ മണ്ണിൽ വീഴാതെ പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ മുഴുവൻ തകർത്ത് താഴെ വീഴ്ചു. ഒരേ സമയം 400 മിസൈലുകൾ, അതേസമയം തന്നെ 200 ഡ്രോണുകൾ, അതായത് 600ഓളം ആകാശ ആയുധങ്ങളെ ഒരെണ്ണം പോലും ഇന്ത്യയുടെ മണ്ണിൽ വീഴാതെ മുഴുവൻ പ്രതിരോധിക്കുകയും തകർത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ വീഴുകയും ചെയ്തു ഇന്ത്യ. ഇവിടെയാണ് ലോകം ഞെട്ടിപ്പോയത്. ഇവിടെ ലോകം മാത്രമല്ല ഞെട്ടിയത്, അഡീഷണൽ ആയിട്ട് ഞെട്ടിയത് റഷ്യയാണ്. കാരണം റഷ്യയുടെ S-400 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണല്ലോ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഉക്രൈൻ റഷ്യൻ വാറിൽ ഉക്രൈനിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട പല മിസൈലുകളും റഷ്യയുടെ മണ്ണിൽ പോയി വീണു. ആ റഷ്യയുടെ കയ്യിലും ഇത് തന്നെയാണുള്ളത്. S-400, കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള S-500, ഇതൊക്കെ റഷ്യ വിന്യസിച്ചിട്ട് പോലും എന്തുകൊണ്ട് റഷ്യയെ വെട്ടിച്ച് ഉക്രൈന് യുദ്ധം ചെയ്യാൻ പറ്റി? അവിടെയാണ്
ഇന്ത്യയുടെ സുദർശന ചക്ര എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രത്യേകത. അതായത് S-400 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് S-400നെ നമ്മൾ പരിഷ്കരിക്കുകയുണ്ടായി. അങ്ങനെ പരിഷ്കരിച്ചപ്പോഴാണ് അതിന് സുദർശന ചക്ര എന്ന് നമ്മൾ പേരിട്ടത്. അല്ലാതെ വെറുതെ ഒരു ഹിന്ദു പേരിട്ടതൊന്നുമല്ല, ശരിക്കും ഒരു പരിഷ്കരണത്തിന് ശേഷമാണ് പേരിട്ടത്. ആ പ്രതിരോധ സംവിധാനം ഇന്ന് റഷ്യയുടെ കയ്യിലില്ല, ഇസ്രയേലിന്റെ കയ്യിലും ഇല്ല എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുടെയും കാര്യത്തിൽ ആകാശത്തു കൂടി വന്ന് ഇന്ത്യ ആക്രമിച്ചാൽ ഒരു പഴുതുമില്ലാതെ പ്രതിരോധിച്ച് തകർക്കാനുള്ള ശേഷി, ആയുധശേഷി ഇന്ന് ഇന്ത്യ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ നേടിയ മറ്റൊരു വലിയ നേട്ടമുണ്ട്. പാകിസ്ഥാന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് പാകിസ്ഥാനിൽ കടന്നു ചെന്ന് പാകിസ്ഥാന്റെ ആണവായുധ നിലയമടക്കമുള്ള 11 പ്രതിരോധ സംവിധാന നിലയങ്ങളെ നമ്മൾ തകർത്തു. ഇവിടെ ഏറ്റവും വലിയ അടിപറ്റിയത് ചൈനയ്ക്കാണ്. ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്ന് മാത്രമല്ല, അവരുടെ നിരവധി ആയുധങ്ങൾ നശിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച് പാകിസ്ഥാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിമാനങ്ങൾ F-16 അടക്കമുള്ള വിമാനങ്ങളും തകർത്തുകളഞ്ഞു. അതായത് അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയിൽ പൂട്ടിക്കളഞ്ഞു. എന്നാൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം നോക്കൂ. ഇസ്രയേൽ ഇറാനിലേക്കുള്ള നടത്തിയ യുദ്ധമാണെങ്കിലും ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ യുദ്ധമാണെങ്കിലും ഒരു രാജ്യത്തെ സ്തംഭിപ്പിച്ചു നിർത്താൻ മാത്രം കരുത്തുള്ള ഒരു യുദ്ധം നടത്താൻ ഈ രണ്ടു കൂട്ടർക്കും കഴിഞ്ഞില്ല. ഇനി ഉക്രൈൻ റഷ്യ വാർ നോക്കൂ. റഷ്യ ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഇത്രയും വലിയ ആയുധ ശക്തിയാണ്, ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആണെന്നൊക്കെ പറയുമ്പോഴും ഉക്രൈൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തോടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരേ സമയം നടന്ന 3 യുദ്ധങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. വ്യോമ പ്രതിരോധ രംഗത്ത് റഷ്യയേക്കാൾ, അമേരിക്കയേക്കാൾ, ചൈനയേക്കാൾ, പാകിസ്ഥാനേക്കാൾ, ഇറാനേക്കാൾ, ഉക്രൈനേക്കാൾ മുമ്പിലാണ് ഇന്ത്യ. ഇത് ഒരു അവകാശവാദമല്ല, ഇത് തെളിയിച്ച വസ്തുതയാണ്. ഇതിന്റെ എല്ലാ എവിഡൻസോടും, എല്ലാ റെക്കോർഡോടും, എല്ലാ വീഡിയോ ഫുട്ടേജോടും കൂടി നമുക്കിത് തെളിയിക്കാൻ ഇപ്പോൾ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആയുധരംഗത്തും വ്യോമ യുദ്ധരംഗത്തും ലോകത്തെ നമ്പർ 1 ശക്തി എന്നുള്ളത് ഇന്ത്യ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന യുദ്ധത്തിലൂടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തോട് കൂറില്ല, അഭിമാനമില്ല, സ്നേഹമില്ല, മറ്റാരോടോ ഒക്കെയാണ് കൂറ് പ്രകടിപ്പിക്കാൻ ഇവിടെ ചിലർ ആഗ്രഹിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായും സ്വന്തം രാജ്യത്തോട് അല്ലെങ്കിൽ സ്വന്തം രാജ്യം എന്ത് ചെയ്തു എന്നുള്ളതിനെ കൊട്ടിഘോഷിക്കാത്തവരാണ് ഇന്ന് ഇസ്രയേലിനെ വാനോളം പുകഴ്ത്തുന്നത്. ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന റോക്കറ്റും മിസൈലും ഇസ്രയേൽ തടുത്തതിനെയാണ് അല്ലെങ്കിൽ എതിർത്ത് നിർത്തിയതിനെയാണ് ഇവരിവിടെ ആഘോഷിക്കുന്നത്. അപ്പോഴും 10-40 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന പാകിസ്ഥാന്റെ മിസൈലുകളെ നമ്മൾ പ്രതിരോധിച്ചിരുന്നു. അല്ലെങ്കിൽ ചൈനയുടെ മിസൈൽ പോലും പൊട്ടാതെ ഇന്ത്യയിലൊക്കെ വന്ന് വീണ് കിടക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സ്വന്തം രാജ്യം എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് പലരും വാർത്തയാക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. താങ്ക് യു.